മാസം കഴിയുന്നതോടെ നമ്മൾ വിവാഹത്തിൽ മുഴുകയും ആ മാസം കൂടുതൽ വിവാഹത്തിൽ എടുക്കുകയും റംസാൻ വഞ്ചം കൂടുതൽ തടയുക ആവുന്നുണ്ട്. റംസാൻ മാസത്തിലെടുത്തായി ഇന്നലെ വരെ മാറ്റം വരുത്തി നാളെ മറ്റൊന്ന് റംസാൻ മാസം കഴിഞ്ഞാൽ വിവാഹത്തോട് മുഴുകൊണ്ട് സുന്നത്തസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് സുന്നത്തേക്കാരെ അധികരിപ്പിച്ചുകൊണ്ട് ഖുർആനും കൂടെ ഓതിക്കൊണ്ട് ഞാൻ മാത്രം ഓതിയപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ കൊണ്ട് ഓതിക്കണം, നമ്മുടെ പേരെ കൊണ്ട് ഓതിക്കണം, വീട്ടിൽ തന്നെ ഒരു ഖുർആന്റെ വീടായിരുന്നു. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി മുൻഗാമിയൊന്നും നിർബന്ധമാക്കി നിങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുകയല്ല. എന്തിനാണത് തക്കമുണ്ടാകാൻ വേണ്ടി തക്വയുടെ സാക്ഷിയായിക്കൊണ്ടാണ് വിഭാഗത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തക്കവ ഉണ്ടാകാനുള്ള ഒരു മാർഗമായി റമദാനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം നോമ്പ് എന്നതിന് ഹയായില്ല, അല്ല കിബിറില്ല. മറ്റെല്ലാ വിഭാഗത്തിൽ കിബിർ വരാം. നിസ്കരിക്കുന്ന ആൾ കുറേ നിസ്കരിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ കുറച്ച് രണ്ടൊക്കെ അഞ്ച് നിസ്കരിച്ചൊക്കെ തോന്നും, അവിടെ തിരക്കില്ല, എനിക്ക് തോന്നും ഞാൻ കുറച്ച് നിസ്കാരം കൂടുതൽ കിട്ടിയാലും ധർമ്മം ചെയ്തതൊക്കെ മറ്റൊരാൾ കാണും. നോമ്പ് മാത്രമേ വേറെ ആൾ കാണാം, ആരും കാണില്ല. നമ്മൾ പട്ടിണിയായാലും ആരും അറിയില്ല. അത് അള്ളാഹ് വിചാരിച്ചിട്ടാണ് നല്ലൊരു ആപ്പിൾ വീട്ടിൽ വരുമ്പോൾ നല്ല ആപ്പിൾ അവിടെ ഉണ്ട്, ആരും കാണില്ല തിന്നാൽ, അല്ലെങ്കിൽ നല്ല ജ്യൂസ് നമ്മൾ ഒഴിവാക്കും. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നോമ്പ് ഉണ്ടാതാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത് ഭാഗത്തുകൊണ്ടാണ് തക്കവ ഉണ്ടാക്കാനുള്ള ഫാക്ടറിയായി അള്ളാഹ് ഇതിനെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി മുൻഗാമിയൊന്നും നിർബന്ധമാക്കി നിങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുകയല്ല. എന്തിനാണത് തക്കമുണ്ടാകാൻ വേണ്ടി തക്വയുടെ സാക്ഷിയായിക്കൊണ്ടാണ് വിഭാഗത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തക്കവ ഉണ്ടാകാനുള്ള ഒരു മാർഗമായി റമദാനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം നോമ്പ് എന്നതിന് ഹയായില്ല, അല്ല കിബിറില്ല. മറ്റെല്ലാ വിഭാഗത്തിൽ കിബിർ വരാം. നിസ്കരിക്കുന്ന ആൾ കുറേ നിസ്കരിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ കുറച്ച് രണ്ടൊക്കെ അഞ്ച് നിസ്കരിച്ചൊക്കെ തോന്നും, അവിടെ തിരക്കില്ല, എനിക്ക് തോന്നും ഞാൻ കുറച്ച് നിസ്കാരം കൂടുതൽ കിട്ടിയാലും ധർമ്മം ചെയ്തതൊക്കെ മറ്റൊരാൾ കാണും. നോമ്പ് മാത്രമേ വേറെ ആൾ കാണാം, ആരും കാണില്ല. നമ്മൾ പട്ടിണിയായാലും ആരും അറിയില്ല. അത് അള്ളാഹ് വിചാരിച്ചിട്ടാണ് നല്ലൊരു ആപ്പിൾ വീട്ടിൽ വരുമ്പോൾ നല്ല ആപ്പിൾ അവിടെ ഉണ്ട്, ആരും കാണില്ല തിന്നാൽ, അല്ലെങ്കിൽ നല്ല ജ്യൂസ് നമ്മൾ ഒഴിവാക്കും. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നോമ്പ് ഉണ്ടാതാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത് ഭാഗത്തുകൊണ്ടാണ് തക്കവ ഉണ്ടാക്കാനുള്ള ഫാക്ടറിയായി അള്ളാഹ് ഇതിനെ പരിചയപ്പെടുത്തിയത്. എന്താണ് ഇഹ്തിസാബ് എന്നതിന്റെ അർത്ഥം? അതിൽ മഹാന്മാർക്ക് പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ത്വയ്യിബത്തുൻ നഫ്സി, ശരീരത്തിന്റെ മനോഹരമായ ഏറ്റവും നല്ല രീതിയിൽ അതിനെ വരവേൽക്കുക എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ റമദാൻ വരുന്നതിനുള്ള സന്തോഷം, ആ റമദാൻ സമാഗതമായി എന്നുള്ളതിന്റെ ആഹ്ലാദം, ഇതുണ്ടാകലാണ് ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് ചില മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ വന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ആദരവ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാപ്പകലുകളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമദാനിനെ ആത്മീയതയുടെ അമൃതകാലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് നന്നാവാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ്. അതൊരു വലിയ അമൃതമായ കാലമാണ്. ആ കാലത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ താഴ്ഭാഗത്തിലേക്ക് ഇതിന്റെ വ്യാഖ്യാനങ്ങളെ, ഇതിന്റെ ചിന്തകളെ താഴോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്